ഈ ക്വസ്റ്റ്യൻ ഞാൻ എക്സാം ഹാളിൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഇങ്ങനെ ഇപ്പോൾ എനിക്ക് കിട്ടി. കെമിസ്ട്രിയിലെ 45 ക്വസ്റ്റ്യനിൽ നോക്കുമ്പോൾ 40-ലേറെ ക്വസ്റ്റ്യൻസ് നമ്മളെ റേസിലെ മെൻറ്റർ. നമുക്കിത് ഒരു ക്വസ്റ്റ്യൻ അല്ല, അത് രണ്ട് സെയിം ക്വസ്റ്റ്യൻ ആയിട്ട് കാണുന്നത്. നമുക്ക് അതും സിമ്പിൾ ആയിട്ട് എഴുതാൻ കഴിയും. പക്ഷെ ഡയറക്റ്റ് നോക്കുമ്പോൾ സാധാരണ ഒരു ബീറ്റ് സ്റ്റോൺ ബ്രിഡ്ജ് മാത്രമാണ്. അതിലും വലിയ ക്വസ്റ്റ്യൻ മിനിമം ഒരു 10 ക്വസ്റ്റ്യൻ എങ്കിലും സെയിം ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ മറ്റു മെറ്റീരിയലിൽ കണ്ടുപോയത്. റിയാക്ഷൻ, പിന്നെ ഡൈവാലച്ച് വരുന്നത്, പിന്നെ മറ്റേ ഇത് സിമിലർ ആയിട്ട് നമ്മൾ എവിടെ കണ്ടത്, ഇത് എവിടെ കണ്ടേ, ഇതാ അവിടെ തന്നെ സിമിലർ ക്വസ്റ്റ്യൻ 131. ഹലോ ഡിയർ സ്റ്റുഡൻസ് ആൻഡ് പാരൻസ്, ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതിന് പ്രധാനപ്പെട്ട 2-3 ഉദ്ദേശങ്ങളുണ്ട്. ഒന്നാമത്, നമ്മൾ നീറ്റ് എക്സാം കഴിഞ്ഞിട്ട് ഇപ്പം ഇത്രയും ദിവസമായിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും നീറ്റ് എക്സാമിൻ്റെ റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ഈ വീഡിയോ റിലീസ് ചെയ്യുന്നത്. ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നതിലൂടെ നമുക്ക് 2-3 പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങളുണ്ട്. ഞാൻ നേരിട്ട് നമ്മുടെ ഡയറക്ടറായിട്ടുള്ള ദിലീപ് സാറോട് ആ കാര്യങ്ങളൊന്ന് ചോദിച്ച് മനസ്സിലാക്കണം. സാറേ, നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ ചോദ്യം നമ്പർ 2, നീറ്റ് എക്സാം കഴിഞ്ഞിട്ട് ഇപ്പം ഏകദേശം എനിക്ക് 2 ആഴ്ചയായി അല്ലേ, എന്തുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ ഇത്രയും ഡിലേ വന്നത്? ഓക്കെ, 2 ചോദ്യത്തിന് ഞാൻ എളുപ്പത്തിൽ ആൻസർ പറയാം. ഈ വീഡിയോയുടെ ഉള്ളടക്കം ഇനിയും കൊണ്ട് വരാൻ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഉള്ളടക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ റേസിൻ്റെ മെറ്റീരിയൽസ് എത്രത്തോളം ക്രെഡിബിളാണ്, കുട്ടികൾക്ക് നീറ്റ് പരീക്ഷയ്ക്ക് പോകുമ്പോൾ എത്രത്തോളം അത് ഹെൽപ്ഫുൾ ആകും എന്നുള്ളതിനെ സംബന്ധിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഒന്നാമതായി ചെയ്യുന്നത്. രണ്ടാമത് ചോദിച്ച ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഇത്രയും വെയിറ്റ് ചെയ്തത്? വെയിറ്റ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റ് സ്ഥാപനങ്ങൾ ഈ ഇങ്ങനെയൊരു കണ്ടൻറ്റ് വെച്ചിട്ട് വീഡിയോ അവർ ക്ലെയിം എന്തെങ്കിലും ഉന്നയിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യുമോ എന്നുള്ളത് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. ഇനി ഇതിൽ പ്രധാനമായിട്ട് പറയാനുള്ളത്, നമ്മുടെ മെറ്റീരിയൽസിനോട് ചേർന്ന് നിൽക്കുന്ന, ഉപമിക്കാൻ പറ്റുന്ന, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ സിമിലി, മെറ്റഫർ എന്നൊക്കെ പറയും. ഇതൊക്കെ നേരിട്ട് ചോദിക്കപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ കുറേ അധികം വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. ഒപ്പം അതിനോട് സിമിലറായിട്ടുള്ള, അതായത് മെറ്റഫറിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൽ ചോദിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് മുഴുവൻ കാണിക്കാനുള്ള സമയമില്ല. അതുകൊണ്ട് നമ്മൾ എന്താ വെച്ചാൽ സെയിമായിട്ട് ചോദിച്ചത്, അതായത് നേരത്തെ പറഞ്ഞ ഉപമ അഥവാ സിമിലി സെയിമായിട്ട് ചോദിച്ച ചോദ്യങ്ങൾ നമ്മൾ തൽക്കാലം കാണിക്കുന്നു. ഇനി നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് ഫോൾസ് ക്ലെയിം ആണോ നടത്തുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് പരിശോധിക്കാനുള്ള എല്ലാ അവസരവും ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സമയത്തിൻ്റെ പരിമിതി മൂലം നമ്മൾ സെയിമായിട്ട് ചോദിച്ച ചോദ്യങ്ങൾ ഇവിടെ കൊടുക്കുന്നു. ബാക്കി സിമിലറായിട്ടുള്ള ചോദിച്ച ചോദ്യങ്ങളെല്ലാം തന്നെ ഇതിൻ്റെ ഒരു ലിങ്കായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. ഇതൊക്കെ ചെയ്യണത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ സബ്ജക്റ്റിനും നമുക്ക് ഒരു ടീം ഓഫ് ഒരു എഡിറ്റോറിയൽ വിങ്ങുണ്ട്. ഓരോ കാലഘട്ടത്തിനനുസരിച്ച് പരിഷ്കരിക്കുന്ന സിലബസിനും ചോദിക്കപ്പെടുന്ന ചോദ്യങ്ങൾക്കും അനുസൃതമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, മെറ്റീരിയൽസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അത് കുട്ടികൾക്ക് ഏറ്റവും ഗുണകരമായിട്ട് തന്നെ മാറും എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ ചെയ്യാൻ പോകുന്നത് ബ്ലൂ പ്രിന്റ് വേഴ്സസ് ബാറ്റിൽ. യെസ്, ബ്ലൂ പ്രിന്റ് വേഴ്സസ് ബാറ്റിൽ ഫീൽഡ്, അതായത് ആക്ച്വൽ നീറ്റ് വേഴ്സസ് റേസ്. ഹലോ, ദിസ് ഈസ് സെറ്റസ്വി ഫ്രം റൈസ്. എന്നോട് ഉള്ളത് AN സാറാണ്, സുവോളജി ഫാക്കൽറ്റിയാണ്. പിന്നെ കൂടെയുള്ളത് 2025 നീറ്റ് എക്സാം എഴുതിയ നമ്മുടെ റൈസിൻ്റെ കുട്ടികളാണ് കൂടെയുള്ളത്. AN സാറേ, ഇപ്പോൾ നമുക്ക് 2016 ശേഷം നടന്ന നീറ്റിൽ ഏറ്റവും ടഫായിട്ടൊരു എക്സാമാണ് ഇത്തവണ നടന്നത്. പ്രത്യേകിച്ചും ബയോളജി ആണെങ്കിൽ പോലും സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് കൂടുതൽ വന്ന് കുട്ടികൾക്ക് എഴുതാനുള്ള സമയം തികയാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസാണ് അധികവും വന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ ആ എക്സാമിനെ കുറിച്ചും ആ എഴുതിയ ആളുകൾ ആ എക്സാമിനെ കുറിച്ച് എന്താണ് അവിടെ റിവ്യൂ, അത് പറയാൻ വേണ്ടിയാണ് ഇന്ന് നമ്മളിവിടെ ഇരിക്കുന്നത്. മക്കളെ, എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ, ഓൾ ടോട്ടലി നല്ല ടഫ് തന്നെയായിരുന്നു. ഒരു മോഡറേറ്റ് ലെവൽ പേപ്പറാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ബയോളജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഭയങ്കര ലെങ്ത് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള കുറച്ചുകൂടി ടൈം എടുക്കേണ്ടി വന്ന്. ഫിസിക്സിൻ്റെ കെമിസ്ട്രീൻ്റെ ഒക്കെ ടൈം നമ്മൾ 1.5 hour ഒക്കെ എടുത്തിട്ടാണ് ബയോളജി ചെയ്തത്. കുറച്ചുകൂടി ലെങ്ത് ആയിട്ടുള്ളതായിരുന്നു. ഇപ്പം നമുക്ക് നല്ലോണം ആരെങ്കിലും മാത്രമേ സ്റ്റേറ്റ്മെൻറ്റ്സ് കിട്ടുള്ളൂ. ഇനി ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഉള്ളിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വരുന്നുണ്ട്, നമുക്ക് പക്ക സ്റ്റേറ്റ്മെൻറ്റ്സ് ആരെങ്കിലും മാത്രമേ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയുള്ളൂ. ഇനി വെറുതെ ടിക്കറ്റ് പോയിട്ട് നമുക്ക് എഴുതാൻ കഴിയുന്ന ഒരു ക്വസ്റ്റ്യൻസ് ഇതുവരെ ഉള്ള പോലെ ഇങ്ങനെ മാച്ച് ദ പോലെ ഒന്ന് കിട്ടിയാൽ ഒന്ന് കിട്ടണം അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. ഇനി എല്ലാവരും നമ്മൾ വായിച്ച് ഓരോ ഓപ്ഷൻ എടുത്താൽ മാത്രമേ കിട്ടണ ആൻസർ. നിങ്ങൾ റേസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറെ കണ്ടതായിരിക്കുമല്ലോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്? ഏകദേശം കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കണ്ട ക്വസ്റ്റ്യൻസ്, സിമിലർ ക്വസ്റ്റ്യൻസ് അങ്ങനെയൊക്കെ തന്നെയാണ്. ഫുൾ നമ്മൾ റേസിന്ന് മെറ്റീരിയൽസിന്ന് മെൻറ്റേഴ്സിന് അങ്ങനെ നമ്മൾ എക്സാംസ് ചെയ്തത്, അതിന് കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതന്നെയാണ് നമ്മൾ എക്സാമിന് കോൺഫിഡൻ്റ് ആക്കി എഴുതാൻ കഴിയും. എത്ര പെർസെൻറ്റേജ് പറയാൻ പറ്റും? ഒരു 50% ഒക്കെ നമ്മൾ മെറ്റീരിയൽസ് ഒരു 90 ക്വസ്റ്റ്യനിൽ 50
നമുക്ക് റൗണ്ട് ആക്കാൻ കഴിയും. കണ്ട് പരിചയമുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ? അല്ലെങ്കിൽ നമ്മൾ ഫുൾ ടോപ്പിക് നമ്മൾ കുറേ എഴുതിയ എക്സാമുകളിലൊക്കെ വന്ന അതേ മോഡൽ ക്വസ്റ്റ്യൻസ് അല്ലേ? എക്സാമിന് ഭാഗം നമുക്കറിയാം കുറേ സിമിലർ ക്വസ്റ്റ്യൻസും റേസിന്റെ എക്സാം നടത്തിയ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് കുറേ വന്നിട്ടുണ്ടാവില്ല. കുറച്ച് നമുക്ക് റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന ക്വസ്റ്റ്യൻസ് തന്നെ. എക്സാക്ട് അല്ലെങ്കിലും അതേപോലത്തെ നമുക്ക് ഒരുപാട് ചെയ്ത് അല്ലെങ്കിൽ ആ തിയറി എങ്കിലും കിട്ടിയ ക്വസ്റ്റ്യൻസ്. എക്സാക്ട് ചോദിച്ച ക്വസ്റ്റ്യൻസും കുറച്ച്. സാർ എന്നാ എക്സാമിന് വന്ന കുറച്ച് റിലേറ്റഡ് ആയ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കിയാലോ? ആയിക്കോട്ടെ. ഇത് മാച്ച് ദ ഫോളോയിങ് ആണ് നീറ്റിന് വന്നിരുന്നത്. ക്ലോറോഫിൽ എയും ക്ലോറോഫിൽ ബിന്റെ കളറ് മാച്ച് ചെയ്യാനായിരുന്നു. പക്ക ക്വസ്റ്റ്യൻ നമ്മൾ എന്താ മെന്ററിലുണ്ടെങ്കിലും നമ്മൾ 44th ക്വസ്റ്റ്യൻ മെന്ററിൽ സിമിലർ ക്വസ്റ്റ്യൻ അല്ല, സെയിം ക്വസ്റ്റ്യൻ ആണ്, അത് എക്സാക്ട് സെയിം ആണ് ക്വസ്റ്റ്യന്. അപ്പോൾ നമുക്കത് ഓൾറെഡി ഇത് റേസിൽ നിന്ന് കിട്ടിയ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ നീറ്റിന് വന്ന വേറെ ക്വസ്റ്റ്യൻ ആണ് പ്രൊഡക്ടിവിറ്റി, എക്കോസിസ്റ്റത്തിൻ്റെ പ്രൊഡക്ടിവിറ്റിൻ്റെ യൂണിറ്റ്. ഇതും സിമിലർ ആയിട്ട് നമ്മൾ എവിടെയോ കണ്ടാണ്. ഇത് എവിടെ കണ്ടേതാ അവിടെ തന്നെ സിമിലർ ക്വസ്റ്റ്യൻ 131 ഫുൾ ടോപ്പിക്കിലാണ്. ഗ്ലാഡിയേറ്റേഴ്സിൻ്റെ +2 ഫുൾ ടോപ്പിക്കിലാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ കിട്ടിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ബയോടെക്നോളജിയിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്. നമ്മളെ വെക്ടറായിട്ട് ബന്ധപ്പെട്ട് അല്ലേ? എപ്പോഴും ബയോടെക്നോളജി ടഫായിട്ട് വന്ന ക്വസ്റ്റ്യൻ ആണ് കൂടുതലായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ബീറ്റ കാൽറ്റോസ് ഇനാക്റ്റീവ് ആയിട്ടുള്ള ടെസ്റ്റ് ഇല്ല, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട പല മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഡൗട്ട് ഉണ്ടാവും ചിലവർക്കൊക്കെ, പക്ഷേ ഇത് നമ്മൾ ഗ്ലാഡിയേറ്റേഴ്സിൽ പക്ക സിമിലർ ക്വസ്റ്റ്യൻ കണ്ടിരിക്കുന്നത്, അതുകൊണ്ട് നമുക്കത് സിമ്പിൾ ആയിട്ട് തന്നെ കിട്ടി. സാർ അതല്ല കാര്യം, നമുക്ക് ഇത് ഒരു ക്വസ്റ്റ്യൻ അല്ല, അങ്ങനത്തെ 2 സെയിം ക്വസ്റ്റ്യൻ ആയിട്ട് വന്നത്, അപ്പോൾ നമുക്ക് അതും സിമ്പിൾ ആയിട്ട് ചെയ്താൽ കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ലോജിസ്റ്റിക് ഡോട്ട് അതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സിമിലർ ഓപ്ഷൻ ഉള്ളത് തന്നെ വന്നിട്ടുണ്ട്. നമ്മളെ കോമ്പറ്റീറ്റീവിൽ എയിംസിൽ നമ്മൾ ചെയ്തതാണ് ഈ ക്വസ്റ്റ്യന്. അതേ സെയിം ഓപ്ഷൻസ് കണ്ടില്ലേ, പക്ക ഏകദേശം ഫുൾ നമുക്ക് സിമിലർ ആയിട്ട് തന്നെയാണ് കിട്ടിയത്. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ മീസോസോമിന്റെ നമ്മൾ എക്സാക്ട് അതല്ല, പക്ഷെ അതിന്റെ എല്ലാ കാര്യങ്ങളും ഉള്ള ഓപ്ഷൻ. ഇതിലൊക്കെ നമ്മളോട് ചോദിച്ച പ്രോകാരിയോട്ടിക് സെല്ലിൽ എന്താ സ്പെഷ്യലൈസ്ഡ് മെമ്മറി സ്ട്രക്ചർ, എന്താ സെൽ വാൾ ഫോർമേഷൻ ഏതാണ്, അല്ലെ DNA റെപ്ലിക്കേഷന്, റെസ്പിറേഷൻ, ഇതിനൊക്കെ സഹായിക്കുന്നത് ഏതാണെന്ന് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചത് നീറ്റിന്. പക്ഷേ റേസിത്തെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചാൽ മീസോസോമിന്റെ ഫംഗ്ഷൻ എന്തെങ്കിലും. അപ്പോൾ നമ്മൾ ഈ എല്ലാ ഫംഗ്ഷൻസും കൊടുത്തിട്ട് ലാസ്റ്റ് ഓൾ ഓഫ് ദിസ് എന്നായിരുന്നു അതിൻ്റെ ഉത്തരം. അപ്പോൾ നമുക്ക് പക്ക തന്നെ അയച്ചാണ് കിട്ടിയത്. അതുപോലെ തന്നെ നമുക്കറിയാം NCERT ബുക്കിൽ ഈ സമ്മറിയിൽ ഇൻട്രൊഡക്ഷനുള്ള കുറേ സാധനങ്ങൾ, ഇപ്പോൾ റാംഡിയോ മിസ്ലിയൊക്കെ ഓർമ്മയുണ്ടോ? അപ്പോൾ നമ്മളെ ക്ലാസ്സിൽ ഇഷ്ടം പോലെ പഠനം, അപ്പോൾ അത്തരം ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. അത് ചോദിക്കാൻ സാധ്യത ഉണ്ട് നമ്മൾ പാട്ടുണ്ടായിരുന്നു. അപ്പോൾ സെയിം ക്വസ്റ്റ്യൻ ആണ് മൈറ്റോസ് എണ്ണം, അത് മെയിലിന്റെയും ഫീമെയിലിന്റെയും നമ്മൾ എഴുതി തന്നിട്ടുണ്ട്. അതിൽ ഫീമെയിലിനെയാണ് ചോദിച്ചത്. അപ്പോൾ അത്ര നോക്കുമ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തതും പറഞ്ഞു തന്നെയാണ്. നമുക്ക് സോളജിയിലെ കുറച്ച് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. അതിലൊരു മിനിമം ഒരു 10 ക്വസ്റ്റ്യനെങ്കിലും സെയിം ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ മറ്റു മെറ്റീരിയലിൽ കണ്ടുപോയ ക്വസ്റ്റ്യനുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിലൊന്നായിരുന്നു ഈ എൻസൈമിന്റെ ക്ലാസിഫിക്കേഷനും അതിന്റെ നെയിമുകളും. നമുക്ക് ഇതേ ക്വസ്റ്റ്യൻസ് തന്നെ ഇതേ ഓപ്ഷനിൽ തന്നെ വന്നിട്ടുണ്ട് എക്സാമിന്. മൊഡ്യൂളിലൊക്കെ ഉണ്ട് നമുക്ക് ഇതേ ക്വസ്റ്റ്യൻ തന്നെ. അപ്പം നമുക്ക് പക്ക അതന്നെ നമുക്ക് വേഗം പെട്ടെന്ന് ഓർത്തെടുത്തിട്ട് എഴുതാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഈ ഹിസ്റ്റോൺസിൽ ഉള്ള റിച്ച് ആയിട്ടുള്ള അതും ഇതേപോലെ തന്നെ സെയിം ഓപ്ഷൻസ് തന്നെ നമുക്ക് എക്സാമിന് വന്നിട്ടുണ്ട്. ഓക്കെ, അടുത്ത ഈ ക്വസ്റ്റ്യൻ ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? ഫസ്റ്റ് മെൻസ്ട്രേഷന് ഇതും ഇതേപോലെ തന്നെയാണ്. നമ്മൾ പറഞ്ഞ ഈ 10 ക്വസ്റ്റ്യനിലുള്ള ഒരേപോലെ അതേ ഓപ്ഷൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ നമ്മൾ മൊഡ്യൂളിൽ ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇതും ഇതേപോലെ തന്നെയാണ് നമ്മൾ കുറെ പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും. ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്നുമല്ല ഈ ക്വസ്റ്റ്യൻ കണ്ടത്. ഈ ക്വസ്റ്റ്യൻ ഞാൻ എക്സാം ഹാളിൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഇങ്ങനെ ഇപ്പോൾ NTയൊക്കെ കിട്ടി. ഫുള്ള് നമ്മൾ ചെയ്ത അതേപോലത്തെ ക്വസ്റ്റ്യൻസ് ഫുള്ള് റേസിത്തെ മെറ്റീരിയൽ. അതാണ് റേസിന്റെ മെറ്റീരിയൽ വേണം. ഒരു നിങ്ങളിപ്പോൾ ഈ ബയോളജിയിൽ ഒരു 90 ക്വസ്റ്റ്യൻ, ഒരു 50 ക്വസ്റ്റ്യനെങ്കിലും നമ്മളെ മെറ്റീരിയലിൽ വന്ന് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റുമല്ലോ അല്ലേ? നമ്മൾ എക്സാം എഴുതിയതോ അല്ലെങ്കിൽ നമ്മൾ തിയറി കേട്ടതോ എന്തായാലും നമ്മൾ കേട്ടൊരു 50 ക്വസ്റ്റ്യൻസ് എന്തായാലും വന്നിട്ടുണ്ടാവും. ഇതിൽ തന്നെ നമുക്ക് എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല കേട്ടോ. കാരണം നമ്മൾ സീരീസ് ടെസ്റ്റും അല്ലെങ്കിൽ മന്ത്ലി ടെസ്റ്റും വീക്ക്ലി ടെസ്റ്റും നമ്മളെ മെറ്റീരിയൽ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന മെറ്റീരിയലത്തെ ക്വസ്റ്റ്യൻസ് മാത്രമേ സെലക്ട് ചെയ്തിട്ടുള്ളൂ. ഹായ്, നമ്മൾ ഇനി കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട നീറ്റ് 2025 കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സാറേ, ദിയ, ഭരത്. അപ്പോൾ പൊതുവേ നമ്മൾ എക്സാമിനേഷൻ ബാക്കിയുള്ള 2 സബ്ജക്റ്റിനെ അപേക്ഷിച്ച് കുറച്ച് എളുപ്പമായിരുന്നാണ് പൊതുവെ പറയുന്നത്. ഈസി ടു മോഡറേറ്റ് എന്ന് പറയുന്നത് നമുക്ക് കെമിസ്ട്രിയാണ്. അതെ, ഡൂവബിൾ ആയിട്ടുള്ളത് കെമിസ്ട്രിയാണ്. ബാക്കി 2 സാറേ, നമ്മുടെ റേസിൻ്റെ മെറ്റീരിയൽ നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ ഈ നീറ്റിന് ചോദിച്ച ഈ 45 ക്വസ്റ്റ്യൻസ് എനിക്ക് തോന്നുന്നു നമ്മുടെ റേസിൻ്റെ മെൻഡർ, റേസിൻ്റെ വർക്ക് ബുക്ക്, അതേപോലെ റേസിൻ്റെ എയിംസ് കോമ്പൻഡിയം, അതേപോലെ നമ്മൾ ചെയ്യുന്ന എക്സാംസ്, ഡിസ്കഷൻ പേപ്പേഴ്സ്, ഇതിലൊക്കെ കടന്നു വന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ 45%. നമ്മൾ കറക്റ്റ് എക്സാക്ട് 45 അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 40 ക്വസ്റ്റ്യൻസും എന്തുതന്നെയാണ് റേസിൻ്റെ ഇതിൽ വന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ബാക്കി ഒരു 5 ക്വസ്റ്റ്യൻസ് സിമിലർ പാറ്റേൺ ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മുടെ മെൻഡറിലുള്ള
നമ്മളെല്ലാം K1, K2 questions ക്വസ്റ്റ്യൻസ് അതേപോലെ നമ്മളത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ description. എക്സാമിലൂടെ ഒരു ക്വസ്റ്റ്യൻ അതുപോലെ ചോദിച്ചിട്ടുണ്ട്. അതെ അതെ കുറേ എല്ലാ മോഡൽ ടൈപ്പ് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ സ്റ്റീരിയോ ഐസോമറിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിലും നമ്മൾ ക്ലാസ്സിൽ തന്നെ സാറുമാർ പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെ ഈ ക്വസ്റ്റ്യൻ ചെയ്യണം. മെൻറ്ററിൽ ഇല്ലെങ്കിലും പക്ഷെ നമ്മുടെ നീറ്റ് സിലബസിൽ ഇല്ലെങ്കിലും യൂസ്ഫുൾ ആവും പറഞ്ഞിട്ട് നമ്മൾ ക്ലാസ്സിൽ തന്നെ സാർമാർ അത് പറഞ്ഞു തന്നിട്ടുണ്ട്. കൺഫ്യൂഷൻ വരുന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു സ്റ്റീരിയോ ഐസോമറിസം. അത് കേരളത്തിൽ തന്നെ ഫസ്റ്റ് നമ്മളാണ് അത് ആ ഡിസ്കഷനിൽ ഫസ്റ്റ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഇട്ടത്. സാറ് വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആ 10 എന്നുള്ള ആൻസർ നമ്മളതിലേക്ക് സ്റ്റീരിയോ, എനിക്ക് തോന്നുന്നു നമ്മൾ അതിൻ്റെ ഒരു പാറ്റേൺ നമുക്ക് എവിടെയും കാണാൻ പറ്റാത്ത ഒരു സാധനം. അത് JEE അഡ്വാൻസിനൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ സ്ട്രക്ചറിൽ പറഞ്ഞ അതിൻ്റെ കൂടെ സ്റ്റീരിയോ ഐസോമറിസം കൂടി കറക്റ്റ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് 10 എന്ന് പറയുന്നത് അത് ശരിക്കും NCERT തന്നെ ഒന്ന് അഡ്വാൻസ് ആയിട്ട് ചോദിച്ചൊരു ചോദ്യമാണ്. നമ്മൾ ആ മോണോക്ലോറിനേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഓർമ്മയുണ്ട്. ആ ക്വസ്റ്റ്യൻ നമ്മുടെ ബുക്കിൽ നേരിട്ട് കണ്ട ക്വസ്റ്റ്യൻ. ഐസോ ബ്യൂട്ടൈൻ്റെ ക്വസ്റ്റ്യൻ അല്ല ഐസോ പെൻറ്റൈൻ ഏതായിരുന്നു സാർ? ഐസോ പെൻറ്റൈൻ 2-methyl ബ്യൂട്ടൈൻ അല്ലേ? അത് നമ്മൾ കറക്റ്റ് ഇത് വെച്ചിട്ട് അല്ലേ നമ്മൾ എത്രയാണ് ടോട്ടൽ ഉണ്ടാകുന്ന ഐസോമേഴ്സ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴി എത്ര സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു ഇനാൻഷ്യോമേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അപ്പോൾ അത് നമ്മൾ മെറ്റീരിയൽ ഇൻടാക്റ്റ് ആയിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. അപ്പോൾ ഈ സ്റ്റീരിയോ ഐസോമേഴ്സിന് ടോട്ടൽ കൗണ്ട് കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴിയൊക്കെ നമുക്ക് നേരെ പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഒന്നും അധികം ബുദ്ധിമുട്ടാക്കാൻ സാധ്യതയില്ല അല്ലേ സാറ്? പിന്നെ പ്രാക്ടിക്കലിൻ്റെ ക്വസ്റ്റ്യൻ ഇല്ലായിരുന്നു. ഈ പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞൊരു വാസ്റ്റ് ടോപ്പിക്കാണ്. 3 വർഷമായിട്ട് ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ പലർക്കും അത് ചെറിയ ബുദ്ധിമുട്ട് തോന്നുന്നൊരു ഏരിയ ആണ്. പക്ഷേ നമ്മളെ മെൻറ്റർ അതിന് നല്ല ഹെൽപ്ഫുൾ ആയിട്ടാണ് പറയാറുള്ളത്. മാത്രമല്ല കുറേ സാർമാരായാലും കുറേ ട്രിക്സ് ഒക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ട് ഗ്രൂപ്പ് നമുക്ക് ഇഷ്ടംപോലെ പഠിക്കാനുണ്ട്. അതിൻ്റെ അനാലിസിസ് ഒക്കെ ഉണ്ടല്ലോ, മറ്റേ കാറ്റയോൺസ് ആയാലും അനയോൺസ് ആയാലും. പക്ഷേ കുഴപ്പമില്ലാത്ത രീതിക്ക് മെൻറ്റർ സഹായിച്ചു. മാത്രമല്ല നമ്മൾ സാർമാർ അതിനനുസരിച്ച് കറക്റ്റ് പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ മറ്റേ എന്താ പറയുക അധികം കൺഫ്യൂഷൻ ഇല്ലാണ്ട് നമുക്ക് ഒറ്റയടിക്ക് ആൻസർ ചെയ്തു പോകാൻ പറ്റുന്ന ഒരു ടൈപ്പായിരുന്നു അത്. മെൻറ്ററിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രിയിലെ പ്രാക്ടിക്കലും ഇനോർഗാനിക്കിലെ പ്രാക്ടിക്കലും സെപ്പറേറ്റ് ആയിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ചില ക്വസ്റ്റ്യൻസ് ഇല്ലേ നമ്മളെ ഗ്രിഗാർ റിയേജന്റിന്റെ സൈനിലേക്ക് കിട്ടുന്ന റിയാക്ഷൻ, പിന്നെ ഡൈവാനച്ച് വരുന്നത്, പിന്നെ മറ്റേ SN1 SN2 റിയാക്ടിവിറ്റിയും, പിന്നെ ബോണ്ട് സ്ട്രെങ്ത്തിന്റെ ക്വസ്റ്റ്യൻസ്. അതൊക്കെ നമുക്ക് എക്സാമിന് ലൈക്ക് ഓപ്ഷൻ പോലും മാറാണ്ട് അങ്ങനെ എക്സാക്ട് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസിനാണ് നമുക്ക് നീറ്റിനും ചോദിച്ചിട്ടുള്ളത്. ഇവർ പറഞ്ഞ പോലെ നമുക്കും പറയാമല്ലോ സിമിലർ ക്വസ്റ്റ്യൻസ് മെറ്റീരിയൽ അതുപോലെ വന്നത്. ഹൈബ്രിഡൈസേഷൻ കമ്പയർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ്, അതുപോലെ സൊല്യൂഷൻസ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സൊല്യൂഷൻസ്, അതുപോലെ നമ്മൾ മെറ്റീരിയലിൻ്റെ തിയറി പോർഷനിലും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസും കൊടുത്തിട്ടുണ്ട്. മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നമ്മുടെ വൈറ്റമിൻസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. അതേപോലെ തന്നെ പിന്നെ പ്യൂരിഫിക്കേഷൻ മെത്തേഡ്സ് അതൊക്കെ ഈസിയാണ്. ബട്ട് അതേപോലെ തന്നെ നമ്മുടെ മെറ്റീരിയൽ ആ ക്വസ്റ്റ്യൻ ഉണ്ട്. അതേപോലെ തന്നെ എക്സാംസിനും ചോദിച്ചിട്ടുണ്ട്. എക്സാമ്പിളും അതുപോലെ കറസ്പോണ്ടിങ് പ്യൂരിഫിക്കേഷൻ മെത്തേഡും നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതും മെറ്റീരിയലിൻ്റെ ക്വസ്റ്റ്യൻ അതേപോലെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അധികം കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടാവില്ല. ആ ടൈമൊക്കെ അവർ കൺസേർവ് ചെയ്തിട്ടുണ്ടാവും പെട്ടെന്ന് തന്നെ. ഫിസിക്സിന് ചെയ്യാനുള്ള ടൈം കൂടിയാണ് നമുക്ക്. പിന്നെ കെമിക്കൽ കൈനറ്റിക്സ് എന്നും 3 ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ഒന്ന് 99.9% ആക്ടിവേഷൻ എനർജിയുടെ ഗ്രാഫുകളൊക്കെ. അതൊക്കെ നിങ്ങൾ കണ്ടു കേട്ട് എത്രയോ വട്ടം തഴക്കം വന്നിട്ടുണ്ടാവും അതൊക്കെ ചെയ്തിട്ട്. ഒരുപാട് വട്ടം പെട്ടെന്ന് തന്നെ T99.9 ചോദിച്ചാൽ 10x T ആക്കി പെട്ടെന്ന് ചെയ്തിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആ സമയം ഫിസിക്സിലേക്ക് കൺസേർവ് ചെയ്തിട്ടുണ്ടാവണം. സത്യം പറയുകയാണെങ്കിൽ കെമിസ്ട്രിയിലെ 45 ക്വസ്റ്റ്യനിൽ നോക്കുമ്പോൾ 40-ലേറെ ക്വസ്റ്റ്യൻസ് നമ്മുടെ റേസിലെ മെൻറ്ററോ അല്ലെങ്കിൽ എയിംസ് കമ്പൻഡിയം അല്ലെങ്കിൽ സാറുമാർ ക്ലാസ്സിലെടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് കെമിസ്ട്രി നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റും. എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷയും കാര്യങ്ങളൊക്കെ? നമുക്ക് ഇത്രയും വർഷത്തെ നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് പോകുന്നൊരു കുട്ടിയെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ലെവലുള്ള ക്വസ്റ്റ്യൻസാണ് വന്നത്. സമയം നന്നായിട്ട് എടുക്കുന്നുണ്ട് അല്ലേ പരീക്ഷൻ്റെ അകത്ത്? സാധാരണ നമുക്കിപ്പോൾ ഒറ്റൊരു സിംഗിൾ ലൈനിലുണ്ടാകുന്ന അത്ര കോൺസെപ്റ്റ് ഒന്നും ഇല്ലാതെ ഒറ്റൊരു കോൺസെപ്റ്റിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ വയ്ക്കാറ്. പക്ഷേ ഇപ്രാവശ്യം കുറേ കോൺസെപ്റ്റും ഭയങ്കര ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത്യാവശ്യത്തിന് കൂടുതലുണ്ട്, പിന്നെ മോഡറേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഡുവബിൾ ആയിട്ടുള്ള റേസിൻ്റെ മെറ്റീരിയലുള്ള എക്സാംസിൽ നടത്തുന്ന ടീച്ചേഴ്സ് ക്ലാസ് നടന്ന സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എങ്ങനെ പിക്ക് ചെയ്യാന്നുള്ളതാണ് ടൈമൊക്കെ റെസ്ട്രിക്ട് ചെയ്തിട്ടുള്ള ലാസ്റ്റൊക്കെ നടത്തിയ എക്സാംസിലും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് സിമ്പിളായി ഇത് ടഫാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് എടുത്തിട്ട് ചെയ്യാൻ ഇവിടുത്തെ മെറ്റീരിയൽസും എക്സാംസ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. ഓക്കെ, ആദ്യത്തെ ചോദ്യം തന്നെ ചാപ്റ്റർ കണ്ടാൽ തന്നെ നമ്മുടെ ലോസ് ഓഫ് മോഷൻ ഡിറ്റോ സെയിം ക്വസ്റ്റ്യൻ സെയിം വാല്യൂസ് ഓപ്ഷൻസ് മാത്രം ഷഫിൾ ചെയ്ത് കൊടുത്തു മാത്രമേ ഉള്ളൂ. നമ്മുടെ റേസ് മെന്ററിനകത്ത് അത് കൊടുത്തിട്ടുണ്ട് ഒരു ക്വസ്റ്റ്യൻ കേട്ടോ.
ഇത് നമ്മുടെ യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസിന്റെ അകത്ത് വന്ന ചോദ്യമാണ്. അത് സെയിം ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചു. ഇവിടെ നീറ്റിന് ചോദിച്ചപ്പോൾ എ ക്യൂ ബി സ്ക്വയർ ഇക്വേഷൻ വന്നു. പക്ഷെ നമുക്ക് ഇവിടെ ചെയ്തില്ലായിരുന്നു. അത് സമയം അധികം എടുത്തിട്ടുണ്ടായിട്ടില്ല. ഇത് നമ്മുടെ ചാപ്റ്റർ റേ ഒപ്റ്റിക്സിനകത്ത് വരുന്നുള്ള ചോദ്യമായിരുന്നു. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് ചോദിച്ചാൽ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ് ഇവിടെ നമ്മുടെ എക്സാമിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അറ്റൻഡ് ചെയ്തില്ലായിരുന്നു. അധികം സമയം എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ഇത് ഏതായിരുന്നു ചാപ്റ്റർ? നമ്മുടെ EMI അല്ലായിരുന്നു. ഇത് സാധാരണ നമുക്ക് ഇവിടെ എക്സാം ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇത് സാറിന്റെ ക്ലാസ്സിൽ കുറേ പ്രാവശ്യം പറഞ്ഞ ടൈപ്പ് അല്ല. ഇതേ രൂപം നമ്മൾ ചെയ്തിട്ടുണ്ട്. എക്സാമിന്റെ അകത്തും ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ കാണാനുള്ള ചോദ്യമായിരുന്നു കേട്ടോ. അത് ഇത് കണ്ടാൽ തന്നെ തോന്നും, പേടി തോന്നും. തന്നെ ആൾക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ പേടി തോന്നും. പക്ഷെ ഡയറക്റ്റ് നോക്കുമ്പോൾ സാധാരണ ഒരു ബീറ്റ് സ്റ്റോൺ ബ്രിഡ്ജ് മാത്രമാണ്. അതിലും വലുത് അതിലും വലിയ ക്വസ്റ്റ്യൻ നമ്മുടെ നമ്മുടെ എന്തായിരുന്നു 2 ചാപ്റ്റർ കോമ്പിനേഷൻസ്, അതായത് ലോസ് ഓഫ് മോഷനും വേണമെങ്കിൽ വരാം, പിന്നെ ആരെയും നമ്മുടെ വർക്ക് പവറിനകത്തേക്കും വരാം. ഇതിലും വലിയൊരു ചോദ്യം നിങ്ങളുടെ മിക്കവാറും മെന്ററിനകത്ത് നമ്മൾ കമ്പനിക്കകത്ത് ചെയ്തിട്ടുണ്ട്. ഇവിടെ നീറ്റിന് ചേഞ്ച് ഇൻ മൊമെന്റാ ചോദിച്ചത്. അവിടെ പെർസെന്റേജ് ചേഞ്ച് ചോദിച്ചെന്നുള്ളൂ. സെയിം ഡയറക്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അവിടെ പെർസെന്റേജ് ഇവിടെ മാഗ്നിറ്റ്യൂഡിന്റെ ടേംസിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ഇത് സെമി കണ്ടക്ടേഴ്സിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. നമ്മളവിടെ എക്സാമിലൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ലോജിക് ഗേറ്റ്സ് ഇത് ഒരു എക്സാം ഉണ്ടെങ്കിൽ ആ എക്സാമിൽ എന്തായാലും ഇത് ഡിഫോൾട്ട് ആയിട്ട് ഉണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഏത് ചോദ്യം ഉണ്ടെങ്കിലും ഇതിന്റെ അകത്ത് ഇവനെ പ്രതീക്ഷിക്കാം. ലോജിക് ഗേറ്റിന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവില്ല. ഇതേതായിരുന്നു ചാപ്റ്റർ? നമ്മുടെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അകത്ത് സീരീസ് LCR സർക്യൂട്ട്. ഇതിനെ പറ്റി ഒരു ക്വസ്റ്റ്യന്റെ മുകളിൽ തന്നെ ഒരു ചോദ്യം വെച്ചിട്ട് നമ്മൾ ഏകദേശം 25 ക്വസ്റ്റ്യൻസോളം നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. പക്ഷെ അതേ മോഡൽ ചോദ്യം നമ്മൾ ഇവിടുത്തെ നടന്ന എക്സാമിനകത്ത് വന്നു. പക്ഷെ കുറച്ചും കൂടി ലെങ്തി ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇവർക്ക് എല്ലാ പാരാമീറ്റേഴ്സും മക്കൾക്ക് എന്താണ് സോൾവ് ചെയ്തിട്ട് എടുക്കാണ്ട്, അത് സോൾവ് ചെയ്തൊരു കുട്ടിക്കാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ വലിയ ബുദ്ധിമുട്ടിലാണ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. അടിപൊളി. ഈ ക്വസ്റ്റ്യൻ നമുക്ക് റൊട്ടേഷൻ മോഷനിൽ സാധാരണ ഉണ്ടാകുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇത് നമുക്ക് ഇവിടുത്തെ മെറ്റീരിയലുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 2 ഫോഴ്സിന്റെ റേഷ്യോ ചോദിച്ചത്. പക്ഷെ നീറ്റിലേക്ക് വന്നപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് മാത്രമേ ഒരു ഫോഴ്സ് ആയിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. കിട്ടാൻ പറ്റും. ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്താലേ ഇത് ഈ മോഡൽ ക്വസ്റ്റ്യൻ കണ്ടുപിടിച്ചിട്ടുള്ളവർക്ക് ഇത് കിട്ടുള്ളൂ പെട്ടെന്ന്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഒരുപാട് വായിക്കാനുണ്ട് ചോദ്യം. ഇത് നല്ല ടൈം പിടിക്കൂ. നല്ല കുറച്ച് ടൈം പിടിച്ച ക്വസ്റ്റ്യനാണ്. എനിക്ക് കുറച്ച് ടൈം എടുത്തിരുന്നത്. അല്ല, ഇത് ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഓപ്ഷൻ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വെച്ചാൽ കിട്ടും. ഈ ഓപ്ഷൻ 3 പെട്ടെന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ശരിയായും ചെയ്തില്ല ആൻസർ. ഇത് നമ്മുടെ വേ ഓപ്റ്റിക്സിനകത്തുള്ള ചാപ്റ്ററിന്റെ അകത്തുള്ള ചോദ്യം. കാരണം ഇവിടെ √3 എന്നുള്ളത് 1.73 തന്നു. നീറ്റിന് ഇവിടെ 60 ഉള്ള ആൻസർ ഇവിടെ 60 തന്നെയാണ്. നമുക്ക് ന്യൂമറിക്ക് ജസ്റ്റ് വാല്യൂ മാത്രം തന്നു. ഇവരെന്താക്കി വാല്യൂന്റെ കൂടെ ആഡ് ചെയ്ത് തന്നിട്ടുണ്ട് അല്ലേ? ചെയ്ത് കിട്ടിയല്ലേ? ഇത് നമ്മുടെ ഡ്യുവൽ നേച്ചറിന്റെ അകത്ത് വരുന്ന ചോദ്യം തന്നെയാണ്. ഈ ചോദ്യത്തിന്റെ എക്സാക്ട് സെയിം പാറ്റേൺ നമ്മുടെ മെറ്റീരിയൽ ക്രാഷിനകത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ പ്രാക്ടിക്കൽ ഫിസിക്സ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ സാധാരണ പ്രാക്ടിക്കൽ എന്താ പഠിക്കാന്ന് പറയുമ്പോൾ നമ്മുടെ ടീച്ചേഴ്സൊക്കെ പറയും ഒന്നും പഠിച്ചില്ലെങ്കിൽ വെർനിയർ അതിന് തന്നെയാണ് ക്വസ്റ്റ്യൻ വന്നത്. അതിനുള്ള എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യനും നമുക്ക് ലാസ്റ്റ് വന്ന പ്രാക്ടിക്കലിന്റെ ബുക്കില്ലേ, അതിനുള്ള എറർ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ. അത് ഫസ്റ്റ് എന്ത് പോസിറ്റീവ് എറർ ആണോ നെഗറ്റീവ് എറർ ആണോ കത്താൻ കുറച്ച് ടൈം എടുത്തു. പക്ഷെ നമ്മൾ ചെയ്ത ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. നമ്മളെ മാസ്റ്റർ സ്ട്രോക്കിനകത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, ഇതടുത്ത നമ്മുടെ വേ ഓപ്റ്റിക്സിനകത്തുള്ള ചോദ്യം. 3 പോളറോയിഡ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. നമുക്ക് ഇവിടെ കമ്പനിയിലുള്ളതും ഇത് ഏകദേശം സെയിം തന്നെയാണ്. ഇവിടെ ആംഗിൾ നീറ്റിന് വെച്ചപ്പോൾ ആ സൈൻ തീറ്റന്റെ വാല്യൂ കുറച്ച് പ്രശ്നമാണ്. 22.5 സൈൻ 2θ വെച്ചിട്ടുള്ള ഐഡന്റിറ്റി വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് ഏകദേശം സെയിം ക്വസ്റ്റ്യൻ തന്നെയല്ലേ. ഫസ്റ്റ് വായിക്കുമ്പോൾ കിട്ടൂലെന്ന് തോന്നിപ്പോകും. കാരണം ആംഗിൾ 22.5 കാണുമ്പോഴേ പിന്നെ നമ്മുടെ ബേസിക് നോളജ് ഉണ്ടെങ്കിൽ അതെന്തായാലും നമുക്ക് അതിനകത്ത് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത്രയാണ് കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ സിമിലർ ആയിട്ട് ഇവിടെ പിക്ക് ചെയ്തിട്ടുള്ളൂ. ഇതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്താണ് സിമിലർ ആയിട്ടുള്ളതും വന്നിട്ടുണ്ട്. നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഫിസിക്സ് അധികം ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം.